ചൈനയ്ക്ക് വരെ നമ്മളെ കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ? ചൈനീസ് പ്രോഡക്റ്റിനേക്കാളിലും നല്ല ക്വാളിറ്റിയും വില കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയണം. കാരണം ചൈനയിൽ ഇപ്പോൾ സാലറി കൂടുതലാണ്. അതുകൊണ്ടാണ് പല ചൈനീസ് സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വരുന്ന ഇത് സംഭവം ഉണ്ടാക്കാൻ. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി പോകുമ്പോൾ ചൈനയുമായിട്ട് കോമ്പറ്റീഷനാവും. അതായത് ഇന്ത്യ എന്ന് പറയുന്നൊരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറണം. ആ രീതി അതായത് പറയും ഓരോ പ്രോഡക്റ്റ് ഇന്ത്യക്ക് ആവശ്യമുള്ള പലതും അതിനുവേണ്ടിയാണ് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും പരമപ്രധാനം. അതിന് ഏറ്റവും ഈ ജനറേഷൻ എക്സുമായിട്ട് ഇസഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ വെക്കാവൂ. അല്ല 10, 60, 70 വയസ്സുള്ള കിളവന്മാരെ അതിൻ്റെ അടുത്ത് വെക്കരുത്. അവർക്കാണിത് മനസ്സിലാകുന്ന. അടുത്ത ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചർ ജനറേഷൻ അവർക്കെന്താണ് നോക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഫ്രിഡ്ജുണ്ട്, ഒരു 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഫ്രിഡ്ജും എ സിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായിരിക്കും ഈ ലോകത്തിന് വേണ്ടത്, അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് ലോകത്തിന് ആവശ്യം. അല്ലാതെ പണ്ടും കണ്ടൊരു കാവേരി എഞ്ചിൻ എടുത്തുകൊണ്ട് വന്ന് അത് പുതുക്കി ഉണ്ടാക്കി പുല്ല് മനസ്സിലാക്കുക. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഇലോൺ മസ്ക് ഈ അമേരിക്കൻ പട്ടാളത്തിന് അവർ പറഞ്ഞു എത്ര ഇങ്ങോട്ട് 2 മണിക്കൂർ കൂട്ടി ചൈനയെ നശിപ്പിക്കുന്ന രീതിയിൽ ഇൻവെൻറ്റ് ചെയ്യാം.